I think it is again the interest. So plus when I come from Uttarakhand and the South people are giving me such a wonderful platform. They are loving me so much. Appo eniki ഇതല്ലേ ചെയ്യാൻ പറ്റുമെന്നുള്ള ഇതെന്റെ മനസ്സിന്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ആണ്. ഞാനൊരു കസ്ബ ചെയ്ത സമയത്ത് എനിക്ക് മലയാളത്തിൽ ഒരു വാക്കറിയില്ല, only തമിഴ് കന്നഡ തെലുഗു മാത്രം അറിയാം. അപ്പോ ഞാൻ അവിടെ തന്നെ ഒരു എളിമയുണ്ട്, തെലുഗു കന്നഡ തമിഴ് ഇത് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. ബിക്കോസ് കസ്ബ ചെയ്തൊക്കെ മുമ്പ് ഞാൻ ഓൾറെഡി കന്നഡ തമിഴ് തെലുഗുല് വർക്ക് ചെയ്തിട്ടുണ്ട്, തുളുവില് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോ ഞാൻ സെറ്റിൽ എത്തി. അപ്പോ എല്ലാരും അവിടെ മലയാളം മാത്രം സംസാരിക്കുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി, നേഹ the first thing you have to do is learn മലയാളം. പക്ഷെ എല്ലാവരും കണ്ടപ്പോ അത് ടങ് ട്വിസ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. അപ്പോ അവിടെ ഒരു ചേട്ടൻ എന്നെ കൂടെ ചോദിച്ചു, എന്ത് പറ്റി? ഇല്ലായിട്ട എനിക്ക് ചെറിയ പേടിയാണ്, ഈ ഇൻഡസ്ട്രിയിൽ എനിക്ക് നിൽക്കാൻ പറ്റൂ. അപ്പൊ പുള്ളിക്കാരൻ എന്റെ കൂടെ ചോദിച്ചു, can you say മഴ? I said മഴ. Say പഴം? I said പഴം. He said you ഈ രണ്ട് വാക്കുണ്ടെങ്കിൽ എന്തായാലും he said if you can say these words properly, അപ്പൊ ഈസി ആയിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. എന്ത് രസമായിട്ടാണല്ലേ മലയാളം സംസാരിക്കുന്നത്. താങ്ക് യു. അപ്പൊ എന്റെ ടീം മെമ്പേഴ്സ് ഓൾസോ, എന്റെ സ്റ്റാഫ് അങ്ങനെയാണ്, ഒരു മലയാളി, ഒരു തമിഴ്, ഒരു കന്നഡിക, അങ്ങനെ. അപ്പൊ കോൺവെർസേഷൻസ് എപ്പോഴും ഉണ്ട്, മൂവീസിന് വേണ്ടി മാത്രമല്ല. So that's like the dedication you put. Thank you. It is there. See, now I'm sitting with you. If എനിക്ക് നിങ്ങളുടെ കൂടെ മലയാളത്തിൽ സംസാരിക്കണം, because നമുക്ക് കൂടുതലായിട്ട് മലയാളി ഓഡിയൻസ് ആണ്. You know, I cannot force them to learn my language, Hindi. They should not. I am working in their state, so it is my gratitude to them. I will learn their language. That's so beautiful to hear. Thank you. ഭയങ്കര സംഭവമാണ് അത്. ബിക്കോസ് നമ്മൾ എപ്പോഴും പറയും, അതായത് ഇപ്പൊ മലയാളികളാണെങ്കിൽ തന്നെ കുറെ പേർക്ക് മലയാളം പറയാൻ ഇഷ്ടമല്ല, അവർ ഇംഗ്ലീഷ് പറയും. അല്ലെങ്കിൽ എനിക്ക് മലയാളം അധികം അറിയത്തില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന കുറെ പേരുണ്ട്. ഇതിപ്പോ മലയാളി അല്ലാത്ത ഒരാള് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മള്, അതായത് അത്ര ഡൗൺ ടു എർത്ത് ആണ്, അത്ര നമ്മള് ആ ഒരു റെസ്പെക്ട് കൊടുത്താലേ നമുക്ക് ആ റെസ്പെക്റ്റും കിട്ടുള്ളൂ എന്ന ഒരു പെർസ്പെക്റ്റീവിലല്ലേ ചെയ്യുന്നത്. സി കേരള ഫ്ലഡ് സമയത്ത് ഞാൻ ആക്ച്വലി ഒറ്റയ്ക്ക്, ഞാൻ ബാംഗ്ലൂർ ആയിരുന്നു. ആ സമയത്ത് എന്റെ കയ്യിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാനത് ചെയ്തു. അപ്പൊ ഇത് ഓൺലൈൻ മീഡിയ അത് ശ്രദ്ധിച്ചു. അപ്പൊ തന്നെ എനിക്ക് ഒരു പേര് കിട്ടി, കേരളാസ് അഡോപ്റ്റഡ് ഡോട്ടർ.